മോഹൻ വർഗീസ്, ഇത്രയും വൈകി നാളെയാണ് പ്രഖ്യാപനം. കാര്യങ്ങൾ വൈകിയത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് അങ്ങയുടെ അനുമാനം. 3 പേരുകളിലേക്ക് വരുന്നു. അതിൽ ഒരു പേര് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത നേതാവിന്റെ പേരാണ്. അത് ദേശീയ നേതാവുമാണ്. താൻ മത്സരത്തിനില്ല എന്നും താൻ മുഖ്യമന്ത്രി പദത്തിലേക്കില്ല എന്നും 10 തവണ പറഞ്ഞ നേതാവാണ്. പക്ഷെ ആ മത്സരം കടുത്തതായിരുന്നു എന്നല്ലേ ഈ വൈകൽ സൂചിപ്പിക്കുന്നത്? സ്മൃതി, വൈകൽ എന്ന് പറയുന്നത് തീർച്ചയായും അനാരോഗ്യപരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും അതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, നാളെ 11 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഏതായിരിക്കും, ആരുടെ പേരായിരിക്കും എന്നത് നിലവിൽ അറിയാവുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും അല്ലെങ്കിൽ വളരെ അടക്കത്തെ സർക്കിൾസിൽ മാത്രമാണ്. സ്ഥാനാർത്ഥികൾക്ക് പോലും അല്ലെങ്കിൽ ഈ സ്ഥാനാകാംക്ഷികൾക്ക് പോലും ആ പേരെ കുറിച്ച് തങ്ങളുടെ പേരാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവ് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇത്രയും വൈകിയ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ലീവിംഗ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നൊക്കെ പറയാം. ജനാധിപത്യത്തിന്റെ ആഘോഷം എന്ന് വേണമെങ്കിൽ കോൺഗ്രസുകാർ പറഞ്ഞേക്കാം. എല്ലാ ആളുകളെയും കൺസൾട്ട് ചെയ്യാവുന്ന എല്ലാവരെയും, ഉന്നത നേതാക്കളെ, സാമാജികരെ, MP-മാരെ എന്ന് വേണ്ട സകല ആളുകളെയും, ഘടകകക്ഷി നേതാക്കളെ ഉൾപ്പെടെ കൺസൾട്ട് ചെയ്തതിനു ശേഷം എത്തിച്ചേരുന്ന ഒരു തീരുമാനം, അതിന്റെ പേര് കൺസെൻസസ് എന്നാണ്. എങ്കിൽ ഓക്കെയാണ്. പക്ഷെ കൺസെൻസസ് അല്ല. ഒരുപക്ഷെ നിയമസഭാ സാമാജികരെ ഉൾപ്പെടെ 63 നിയമസഭാ സാമാജികരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ ഒരുപക്ഷെ പ്രഖ്യാപനം നടത്താനായിരിക്കാം. അല്ലെങ്കിൽ ദീപാദാസ് മുൻഷി ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറത്തിറങ്ങി അവരുടെ സാന്നിധ്യത്തിലുള്ള പ്രഖ്യാപനമായിരിക്കാം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ക്ലാരിറ്റി വന്നത് ഈ വളരെ അടുത്ത സമയത്ത് തന്നെയാണ്. ഏതാനും 10 മിനിറ്റിനുള്ളിലാണ് ഈ ക്ലാരിറ്റി വന്നത്. നാളെ 11 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരു പ്രകടനമോ അല്ലെങ്കിൽ വലിയ അമിതമായ ആഹ്ലാദ പ്രകടനമോ വിമർശനങ്ങളോ അല്ലെങ്കിൽ ശക്തി പ്രകടനങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ ശാന്തമായി കാര്യങ്ങൾ പര്യവസാനിക്കണം എന്ന ഒരു ചിന്ത ഹൈക്കമാൻഡ് ഉള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉന്നത നേതാക്കളെ, മുൻ KPCC പ്രസിഡന്റുമാരെ, അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ആളുകളെ, ഈ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെ എല്ലാം വിളിച്ച് ഒരുപക്ഷെ സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ ആരുടെ പേരാണ് സൂചിപ്പിക്കുന്നത് എന്നല്ല, മറിച്ച് ഒരു സമ്മർദ്ദമുണ്ടായാൽ, ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യാനാവും, എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി, വരുന്ന പ്രക്ഷോഭങ്ങൾ, വരുന്ന സാധ്യതകൾ, ഇതെങ്ങനെ നേരിടാൻ കഴിയും എന്നായിരിക്കണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ ഉണ്ടായത്. കാരണം അതിന് മുൻപുള്ള റൗണ്ടുകളിലെല്ലാം തന്നെ പേരുകളെ കുറിച്ചൊരു ധാരണയായി. ഒരുപക്ഷെ കൃത്യമായ ധാരണ ഇപ്പോഴാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ച് 5:30 മണി 6 മണി സമയത്ത് സംസാരിച്ച് എത്തിച്ചേർന്ന തീരുമാനം ഒരുപക്ഷെ ജയറാം രമേശ് എന്ന ഈ മാധ്യമകാര്യ ചുമതലയുള്ള കോൺഗ്രസ് നേതാവിന് ഒരുപക്ഷെ അറിയാമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ആ പ്രഖ്യാപനം ഉണ്ടായില്ല. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസമായിരിക്കും പ്രഖ്യാപനം എന്ന് തന്നെയാണ്. അത് ഡൽഹിയിൽ വെച്ചാവുമോ തിരുവനന്തപുരത്ത് വെച്ചാവുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. തിരുവനന്തപുരത്ത് വെച്ചാകും, കേരളത്തിൽ വെച്ച് തന്നെയാവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നീണ്ടു എന്ന് ചോദിച്ചാൽ അത് ഒരുപാട് വിമർശനങ്ങളായി. ഇപ്പോൾ G. സുകുമാരൻ നായരുടെ പ്രസ്താവനയെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറിയും SNDPയുടെ ജനറൽ സെക്രട്ടറിയും ഈ വൈകിയ വേളയിൽ ഉൾപ്പെടെ അഭിപ്രായ പ്രകടനങ്ങൾ വരികയും ഘടകകക്ഷികളെ, പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിനെ ആയിരിക്കാം, ഘടകകക്ഷികളെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചഴിക്കുമ്പോൾ അവരുടെ സമ്മർദ്ദമാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം വൈകാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സമുദായ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിനോടൊപ്പം തങ്ങൾക്ക് അഭിപ്രായം പറയാതിരിക്കാനുള്ള മാന്യത കാട്ടാമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. കാരണം ഇതൊരു ആരോഗ്യപരമായ കാര്യമല്ലേ. കോൺഗ്രസ് പാർട്ടി ഡിസൈഡ്, അതിനുശേഷം തീരുമാനത്തെ ഒരുപക്ഷെ വിമർശിക്കുകയോ അതേക്കുറിച്ച് അഭിപ്രായം പറയുകയോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഒരു സാമുദായിക സംഘർഷം ഉൾപ്പെടെ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയുക എല്ലാവരുടെയും ഘടകകക്ഷികൾക്ക് അവകാശമില്ല. സാമുദായിക സംഘടനയ്ക്ക് നല്ല അവകാശമാണല്ലോ അല്ലേ? ഈ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി ഈ സമ്മർദ്ദം ചെലുത്തിയിരുന്ന നേതാവ് തന്നെയാണല്ലോ ഇപ്പോൾ ഈ ലീഗിനെതിരെ പറഞ്ഞു വന്നിരിക്കുന്നത്. ആ പ്രതികരണം ഇപ്പോൾ നടത്തുന്നത്. കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകുമ്പോഴേക്കും പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് പറഞ്ഞത്? ഈ സർക്കാരുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെയുള്ള 10 വർഷം ഭരിച്ച സർക്കാരുമായിട്ട് ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ എന്ത് അവകാശവാദവും എന്ത് വിമർശനവുമായിട്ടാണ് ആ നേതാവ് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പക്ഷേ കോൺഗ്രസിൽ നിന്ന് എത്രത്തോളം ശക്തമായി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.